ഇവിടെ ഇല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ശരിക്കും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ വളരെ എന്താ പറയുക, താല്പര്യത്തോടെ ചെയ്യുന്നവരാണല്ലേ. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്ക് വളരെ എന്താ പറയുക എൻജോയ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ലേ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടാറടക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കൂലേ അല്ലേ? ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യും. അത് തന്നെയാണ് നമ്മളുടെ ഒരു ഗുണം എന്ന് പറയുന്നതും. നമ്മൾ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരാണ്. ഈ ബിസിനസ്സിനെ ഇഷ്ടത്തോടു കൂടി ഏറ്റെടുക്കുക, ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുക. ദേ നോ ഹൗ ടു മോട്ടിവേറ്റ് അതേഴ്സ്. നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെയോ ഉപ്പേൻ്റെയോ ഉമ്മൻ്റെയോ ഒക്കെ വഴക്ക് കേട്ടിട്ട് നമ്മളൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ അപ്പോഴായിരിക്കാം നമ്മുടെ ഒരു കൂട്ടുകാരി വിളിക്കാം. അപ്പോൾ അവൾക്ക് മോട്ടിവേറ്റ് കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും അല്ലേ? ഇത് തന്നെയാണ് ഈ ബിസിനസ്സിൽ വേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസിലേക്ക് എടുക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കാനുള്ളതാണ്. അത് നിങ്ങളുടെ ഡൗൺലൈൻസിന് നിങ്ങൾ കൊടുക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ദേ റെസ്പെക്ട് അതേഴ്സ് പീപ്പിൾസ് ആൻഡ് ദെയർ ഐഡിയാസ്. എല്ലാ ഐഡിയാസിനെയും കണ്ണും പൂട്ടി സ്വീകരിക്കുന്നവരാണ് സ്ത്രീകൾ. യെസ്, നിങ്ങൾക്ക് ഒന്ന് കൈയടിക്കാട്ടോ. നിങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അവരാരും കൈയടിക്കുന്നില്ല, അവർക്കൊരു വിലയില്ല സ്ത്രീകളെ. യെസ്, അങ്ങനെയാണെങ്കിൽ വൈ വുമൺ വിൻ? എന്തുകൊണ്ട് സ്ത്രീകൾ വിജയിക്കുന്നു? ടെറിഫിക് മൾട്ടി ടാസ്കിങ് സ്കിൽസ്. അവർക്ക് ഒരേ സമയത്ത് ഒരുപാട് സ്കില്ലുകളുണ്ട്. ശരിയല്ലേ? നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ്. നമ്മളുടെ കുട്ടികളെ നോക്കുന്നു, കുടുംബത്തിനെ നോക്കുന്നു, അതുപോലെ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് നമ്മൾ. ഗ്രേറ്റ് സോഷ്യലൈസേഴ്സ് ആണ്. നമ്മളെല്ലാവരും ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അക്കമ്പനി ആവുന്ന ആളുകളാണ്. നാച്ചുറൽ നെർച്ചേഴ്സ് ആണ്. അതുപോലെ നമുക്ക് എന്താ പറയുക, ഇവിടെ ചെയ്യുന്നവരുണ്ടാവാം. നമ്മൾ പല കാര്യങ്ങൾ വീട്ടിൽ ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ആളുകളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇനി നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കും. ശരിക്കും നിങ്ങളിവിടെ ഇല്ലേ? യെസ്, നിങ്ങൾ ശ്രദ്ധിക്കാം. ആൻസൈറ്റി ഓഫ് സ്ട്രേഞ്ച്നെസ്. നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തോന്നാം, എനിക്ക് അറിയുന്ന ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് അറിയുന്ന ആകെ ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടാൾ